എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഷോർട്ട് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ 290 തുണിയുള്ളത്. ഇതൊരു നൈറ്റ് ബിറ്റാണ്. ഇത് ആദ്യം ഒന്നൊന്ന് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വന്നിട്ട് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 8.5 വരും. 1 ഇഞ്ച് ലൂസ് 9.5, 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. അപ്പോൾ 11 ഇഞ്ച് വേണം. അപ്പോൾ ഇതേപോലെ 11 ഇഞ്ചിൽ ഇവിടെ മടക്കി എടുക്കുക. ഇനി ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കാം. ഇതിൻ്റെ യോക്ക് 13 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഷോൾഡർ 15 ഇഞ്ചാണ്. അതിനൊരു 3 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 12 ഇഞ്ച്. അതിൻ്റെ പകുതി 6 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുക. ആം ഹോള് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആം ഹോൾ 9 ഇഞ്ച് വരുന്നുണ്ട്. ചെസ്റ്റ് വന്നിട്ട് 34. അപ്പോൾ അതിൻ്റെ 4 8.5, 1 ഇഞ്ച് ലൂസ്. ഇപ്പോൾ 9.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് വേസ്റ്റ് വന്നിട്ട് 30 അപ്പോൾ അതിൻ്റെ 4 7.5, ഒരു 3/4 ഇഞ്ച് ഇവിടെ ലൂസ് ഇട്ടാൽ മതി. 8.25 ഇഞ്ച്. ഇവിടെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആം ഹോൾ വരച്ചെടുക്കുക. ഇനി ഇവിടെ ഒന്ന് അളന്ന് നോക്കാം. ഇത് കറക്റ്റാണ്. ഇനി നെക്കിൻ്റെ വീതി വന്നിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ തയ്യത്തുമ്പ് കഴിച്ചിട്ട് 4.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഒരു 4.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 4.5 ഇഞ്ച് കൊടുത്തിട്ട് ഇവിടെ അല്പം ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതുപോലെ റൗണ്ട് വരയ്ക്കുക. ബാക്കിൽ വന്നിട്ട് 3.5 ഇഞ്ച്, ആകെ 3.5 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ക്രോസിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് സൈഡ് തൂങ്ങാതിരിക്കുകയാണ്. ഇവിടെ ഫ്രില്ല് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിനൊക്കെ കട്ട് ചെയ്യാം. ഇനി ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്കും ആം ഹോളും കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കഴുത്തിലേക്കുള്ള പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒരു 2 ഇഞ്ച് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടിയിലേക്കുള്ള ഫ്രില്ല് കട്ട് ചെയ്യാം. ഇത് നമുക്ക് വേസ്റ്റ് വന്നിട്ട് 16 വരുന്നുണ്ട്. 16 ഒരു 2 ഇഞ്ച് തയ്യത്തുമ്പും 18. അപ്പോൾ അതിൻ്റെ ഇരട്ടി മതി. 17 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഉള്ള അതിൽ നമുക്ക് ഗാദറിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ യോക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. യോക്ക് നമുക്ക് 13 ഇഞ്ചാണ്. അപ്പോൾ ഈ 13 ഇഞ്ചിട്ട് ഇവിടെ വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഇറക്കം വേണ്ടത് 28 ഇഞ്ചാണ്. അപ്പോൾ 28 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് മടക്കി അടിക്കാൻ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് 2 പീസ് ഫ്രണ്ടിലും ബാക്കിലും ഗാദറിങ്ങിന് എടുക്കാം.
ഇനി ഇതിന്ന് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് വന്നിട്ട് ബലൂൺ സ്ലീവാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ വീതിയിൽ കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഒരു 14 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഇറക്കം 17 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് തയ്യെത്തുമ്പോൾ കൂടി ചേർത്തിട്ട് 17 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് പീസ് കൊടുക്കുകയാണ്. അപ്പോൾ 17 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്താൽ മതി, തയ്യെത്തുമ്പോൾ എക്സ്ട്രാ ഇടണ്ട. ഇനി ഇവിടെ ഫ്ലീറ്റിന് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ ബോട്ടത്തിൽ 4.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങോട്ട് കുഴിച്ചൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഇവിടെ നിന്ന് ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് നമുക്ക് ആകെ വേണ്ടത് ആം ഹോൾ 9 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ ഫ്ലീറ്റ് ഇടുമ്പോൾ ഒരു 1.5 ഇഞ്ച് കിട്ടും, ബാക്കി 7.5 ഇഞ്ച് ഇവിടെ വയ്ക്കുക. അപ്പോൾ അങ്ങനെ ആകെ 9 ഇഞ്ച് ആം ഹോൾ വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഷേപ്പിൽ മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ അതേപോലെ ഫ്ലീറ്റിൽ നിന്ന് 1.5 ഇഞ്ച് കിട്ടും, നമുക്ക് 11 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക, ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ 4.5 ഇഞ്ചിൽ ഒരു അളവ് ഇടുക. ഇതുവരെ നമുക്ക് ഇവിടെ ഫ്ലീറ്റ് കൊടുക്കാനുള്ളതാണ്. ഇനി ഇവിടെ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യുക. ഇവിടെ സ്ലീവിൻ്റെ മൗത്തിലേക്ക് ഒരു 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് തയ്ക്കാം. നമ്മൾ കഴുത്തിനൊരു പീസ് കട്ട് ചെയ്തിരുന്നു, ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കുക. ഇനി ഇതേപോലെ ഒരു 15 ഇഞ്ച് നീളത്തിൽ ഒരു 2 നാട അടിച്ചുണ്ടാക്കുക. അതിനുശേഷം ഇതേപോലൊരു പീസ് എടുത്തിട്ട് ഇതൊന്ന് മടക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതേപോലെ 2 എണ്ണം അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കഴുത്ത് ഇവിടെ കുറച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് അടിക്കുമ്പോൾ ഇത് കവർ ചെയ്തെടുക്കുക. ഇവിടെ ആദ്യം ഒരു 4 ഇഞ്ചിൽ അടിക്കാം. ഇനി ഇവിടെ ഒരു 2 ഇഞ്ച് ഇതേപോലെ താഴേക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഈ നാട അതിൽ വെച്ച് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം.
ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു മേൽത്തൈലിടാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇതേപോലെയാണ് വരിക. ഇനി ഇവിടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ട് ബാക്ക് നെക്ക് തയ്ക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു 1.5 ഇഞ്ച് ക്രോസ് പീസ് എടുക്കുക. എന്നിട്ടിത് 2ആയിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബാക്കിൽ തയ്യത്തുമ്പ് ഇട്ടിട്ടുണ്ട്. അതായത് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ബാക്കിൽ തയ്യത്തുമ്പ് വരുന്നുണ്ട്. ഈ തയ്യത്തുമ്പിൽ വെച്ചിട്ട് ഇതിങ്ങനെ റൗണ്ടിൽ അടിച്ചെടുക്കുക. ഇനി ഈ പീസ് ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് കൂടെ ഒരടി അടിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സ്ലീവ് തയ്ക്കാം. സ്ലീവ് ഇവിടെ നിന്ന് ഇതുവരേക്കും ചെറിയ പ്ലേറ്റ് ഇട്ടെടുക്കാം. ഇനി ഇവിടെ വന്നിട്ട് നമുക്കൊരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫുള്ളായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ടെടുക്കാം. കുറച്ച് സ്പേസ് ഇട്ട് അടിച്ചാൽ മതി. ഇതേപോലെ ഇവിടെ പ്ലേറ്റ് ഇട്ടെടുക്കുക. ഇതിൽ നമുക്ക് മുഖത്ത് വേണ്ടത് 11 ഇഞ്ചാണ്. ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ടാൽ മതി. ഇനി അതുപോലെ ഇതിലും പ്ലേറ്റ് ഇട്ടെടുക്കാം. ഇനി ഇതേപോലെ പീസ് വെച്ചിട്ട് ഇതിന് മേലെ വയ്ക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ക്കുക. ഇനി ഈ പീസ് ഇതിലേക്ക് മടക്കുക. ഇതൊന്നും കൂടെ മടക്കിയിട്ട് ഇതേപോലെ തയ്ക്കുക. ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ വീതി വന്നാൽ മതി. ഇനി അതേപോലെ ഈ സ്ലീവും തയ്ക്കാം. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കാം. നമുക്ക് അധികമുള്ളത് ഇവിടെ ഫ്ലേറ്റ് ഇടാം. ഇവിടെ അധികം വരുന്നത് ഒരു പ്ലേറ്റ് ഇട്ടാൽ മതി 2 സൈഡിലും.
ഇനി ഈ സൈഡും അതേപോലെ തയ്ക്കാം. അപ്പോൾ 2 സ്ലീവ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം അടിക്കാം. അപ്പോൾ ഇതിൽ ആദ്യം ഒരു ലോങ് തയ്യൽ ഇടുക, എന്നിട്ട് 2 സൈഡിൽ നിന്ന് ചുരുക്കിയെടുത്താൽ മതി. ഇതേപോലെ ലോങ് തയ്യൽ ഇട്ടിട്ട് ഇതേപോലെ ചുരുക്കിയെടുക്കുക. ഇതിനൊപ്പം ചുരുക്കിയെടുക്കുക. അതിനുശേഷം ഇത് ചേർത്ത് വെച്ച് അടിക്കാം. അപ്പോൾ ഇതേപോലെ അടിച്ചെടുക്കുക. ഇനി അതേപോലെ തന്നെ ഈ സൈഡും അടിക്കാം. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സ്ലീവ് റൗണ്ട് 11 ഇഞ്ചാണ്. അപ്പോൾ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് തയ്ച്ചെടുക്കാം. സൈഡ് നമ്മൾ തയ്യത്തുമ്പിട്ടത് 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് ഇട്ടാൽ മതി. അപ്പോൾ ബോട്ടത്തേക്ക് 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മതി. ഒരു തയ്യലും കൂടി ഇടാം. ഇനി ഈ സൈഡും തയ്ക്കാം. ഇത് അടിമറിച്ചിട്ട് ബോട്ടം അടിക്കാം. ബോട്ടം നമ്മൾ ആകെ 1 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ആദ്യം മടക്കുക. വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.